അങ്ങനെ കുറച്ച് ദിവസത്തെ കഷ്ടപ്പാടിനൊടുവിൽ നമ്മുടെ തണ്ണിമത്തൻ കൃഷിയിടത്തിലേക്ക് തൈകൾ വെക്കുന്ന മനോഹരമായിട്ടുള്ള ഏറെ സന്തോഷം നിറഞ്ഞ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് എൻ്റെ ഉമ്മയാണ്. കൂടെ കട്ടക്ക് ഉപ്പയുണ്ട്. പിന്നെ കുട്ടികളെല്ലാവരും കൂടി ചേർന്നിട്ട് ഓരോ തൈകളൊക്കെ വെച്ചിട്ട് ആ ഒരു സന്തോഷം പങ്കിട്ട് ഇനി നമുക്ക് ഓരോ തൈകളും മണ്ണിൽ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. ഈ തൈകൾ നമ്മൾ മുളപ്പിച്ചെടുത്തിട്ട് ഇന്ന് തൈകൾ മണ്ണിലേക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതൊന്ന് പോയി നോക്കാം. ട്രേക്കകത്തുനിന്നും ഒരു തൈ എടുത്ത് നോക്കിയതാണ്. എങ്ങനെയാണ് തൈ നമുക്ക് എടുത്തിട്ട് മണ്ണിലേക്ക് നടാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉപ്പയുമായിട്ട് ആ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളിവിടെ വെച്ച വെറൈറ്റികളിൽ നാടൻ വെറൈറ്റിയും ഇറാനി വെറൈറ്റിയുമാണ് ഏറ്റവും കൂടുതലുള്ളത്. ബാക്കിയൊക്കെ കുറച്ചേ ഉള്ളൂ. പിന്നെ തുടക്കത്തിലെ കുറച്ചൊക്കെ എലി കൊണ്ടുപോയതാണെങ്കിലും ഒക്കെ നമ്മൾ കൊണ്ടുവന്നുള്ള വെറൈറ്റി വിത്തുകളാണ് എലി കൊണ്ടുപോയിട്ടുള്ളത്. 15 ലിറ്റർ വെള്ളത്തിലേക്ക് 150 ഗ്രാം സ്യൂഡോമോണസ് ആണ് നമ്മൾ എടുത്തുള്ളത്. 1 ലിറ്ററിലേക്ക് 20 ഗ്രാം വരെ സ്യൂഡോമോണസ് ആവാമെന്നാണ് പറയുന്നത്. നമ്മൾ കുറച്ച് അളവ് കുറച്ചിട്ട് എടുത്തുള്ളത്. ശേഷം നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ സ്പ്രേയറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ട്രേയിൽ മുളപ്പിച്ചെടുത്തിട്ടുള്ള തൈകൾ മണ്ണിലേക്ക് പറിച്ച് നടുന്നതിന് മുമ്പായിട്ട് ഇത്തരത്തിൽ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ തണ്ണിമത്തൻ്റെ ചെടികൾക്ക് രോഗപ്രതിരോധ ശേഷി നൽകാനും വേരുകളൊക്കെ വേഗത്തിൽ വളരാനൊക്കെ ഇത് കൊടുക്കുന്നത് സഹായിക്കും. ഫെബ്രുവരി 1-ാം തീയതി 2-ാം തീയതിയുമായിട്ടാണ് തണ്ണിമത്തൻ്റെ വിത്തുകൾ നമ്മൾ ട്രയലിട്ടത്. 15 ദിവസത്തിന് ശേഷം നമ്മുടെ ഈ തൈകൾ നമ്മൾ ഇന്ന് മണ്ണിലേക്ക് നടാൻ പോവുകയാണ്. ഉമ്മയും ഉപ്പയും തണ്ണിമത്തൻ തൈ നടലിന് തുടക്കം കുറിച്ചതിന് ശേഷം ഞാൻ ട്രയലുള്ള തൈകളുണ്ടല്ലോ അത് ഓരോ ഹോളിൽ ഇങ്ങനെ വെച്ച് പോയി. ബാക്കിൽ ഉപ്പ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ മണ്ണിട്ട് വരട്ടാ. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തൈകൾ ഇങ്ങനെ ഹോളിൽ ഇട്ടുകൊണ്ട് പോവുകയാണ്. അപ്പം ബാക്കിൽ കുടുംബസമയത്ത് എല്ലാവരും ഇറങ്ങിയിട്ട് അത് മണ്ണിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തൈ ഇങ്ങനെ വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലീഫ് ഷീറ്റിൻ്റെ മുകൾക്കായിട്ട് നിൽക്കണം. ചില തൈകൾ വലിപ്പം കുറവാണ്. ചില സ്ഥലത്ത് ഈ മണ്ണ് മുകൾക്കില്ല, താഴെ കുറച്ച് കുഴിയായിട്ടുള്ള ഏരിയയിലാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും മണ്ണ് കുറച്ച് മുകൾക്കാക്കി വെക്കണം. ഉപ്പ് ഒരു കൊള്ളിയെടുത്ത് ചെറിയ കുഴികളാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പണി എളുപ്പമാണ്. നമ്മുടെ തൈകൾ കറക്റ്റായിട്ട് ആ കുഴിയിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്ന ഭാഗമാണ്. അപ്പോൾ പണി എളുപ്പമാണ്. ഓരോ കുട്ടികൾക്കാണെങ്കിലും ഓരോരുത്തർക്ക് ഇങ്ങനെ ഓരോ തൈകൾ എടുത്തിട്ട് ഇങ്ങനെ ആ കുഴിയിലേക്ക് ഇറക്കി വെച്ചാൽ മതി. കൂടെ നടന്നിട്ട് ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ ചെറുതായിട്ട് മണ്ണിട്ട് ഇങ്ങനെ പോയാൽ മതി. ഈ ഒരു സന്തോഷവേളയിൽ എൻ്റെ വൈഫിൻ്റെ ബ്രദർ, എൻ്റെ അളിയന് ഡോക്ടർ അബ്ദുൽ സമദ്, അവന് കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഉള്ള പരിപാടി പെട്ടെന്ന് കഴിഞ്ഞല്ലേ. കുഞ്ഞു നമ്മൾ ബാക്കി ട്രയൽ ഇറക്കേണ്ടി വരും. പാടത്ത് ഇരുട്ട് വീണ് തുടങ്ങി. നമ്മൾ തൈവക്കൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ഏരിയയിലൊക്കെ നമ്മൾ തൈ വെച്ച് ഇതിപ്പോൾ ഇവിടുന്ന് വെറൈറ്റികളാണ് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അകത്ത് യെല്ലോ, പുറത്ത് യെല്ലോ, അതുപോലെ തന്നെ പുറത്ത് യെല്ലോ, അകത്ത് റെഡ്, പുറത്ത് ഗ്രീന്, അകത്ത് യെല്ലോ വരുന്ന അങ്ങനെ ഒരു 5-6 വെറൈറ്റി ഉണ്ട് ശമാമടക്കം. അപ്പോൾ ഇനി കൂടുതൽ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോകളിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നബുഹാൻ ഇതാ ടോർച്ച് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഷെൻസിൽ ഇതാ വെറുതെ നടക്കുന്നത്. ഇപ്പൊ അതാ പേരക്കുട്ടിനെ ചീത്ത പറയണ്.